ഇന്ന് രാത്രിത്തേക്ക് കപ്പയും മധുരക്കിഴങ്ങും കൂടെ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അതാണ് കേട്ടോ രാത്രി കഴിച്ചത്. അപ്പോൾ അതിൻ്റെ മധുരക്കിഴങ്ങ് തൊലി ചെത്തിയത് ബിളുബിളാന്ന് കയ്യിലൊക്കെ ആവും. അപ്പം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ തൊലി പോലെ. അപ്പം ഞാൻ വെള്ളത്തിൽ ഇടുന്നില്ല. അമ്മ പറഞ്ഞു ഇഡ്ഡലിക്കുട്ടത്തി വെച്ച് ആവിയേറ്റി എടുത്താൽ നന്നായിട്ട് തന്നെ വരുമെന്ന് പറഞ്ഞ്. മറ്റേത് വെള്ളത്തിലിട്ടായിരുന്നു വേവിക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ കപ്പയും എടുത്ത് വെച്ച്. പിന്നീടാണ് ഞാൻ ഓർത്തത് കപ്പയ്ക്കകത്തൊരു കെട്ടുണ്ടല്ലോ, അത് വെള്ളം വെച്ചാലേ പോത്തുള്ളൂ. പിന്നെ ഞാൻ അല്ലാതിട്ട് വേവിക്കുകയും ചെയ്ത്, കപ്പ ഒന്നും കൂടെ വേവിക്കുകയും ചെയ്ത്. അങ്ങനെ ഇഡലിക്കുട്ടത്തി വെച്ചപ്പോഴേക്ക് കപ്പ കുറച്ച് കഴിഞ്ഞിട്ടാണ് വെന്തെങ്കിലും മധുരക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ ആവിയേറിയിട്ട് വന്ന് വെള്ളത്തിൽ ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടി നന്നായിട്ട് വന്ന്. അതാകുമ്പോൾ വെള്ളമൊക്കെ അതിനകത്ത് കയറാൻ ഇത് കറക്റ്റ് അതിൻ്റെ മധുരമോ കാര്യങ്ങളോ ഒന്നും പോയില്ല. അപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ ഫുഡ് ഇതായിരുന്നു. അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു കട്ടൻ ചായയും കൂടെ കുടിച്ച്. അപ്പോൾ രാത്രി പിന്നെ വേറൊന്നും കഴിക്കേണ്ടി വന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ്. അപ്പോൾ ടാറ്റാ.